തിരുവനന്തപുരത്തേക്കാണ്. കീം എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. രാവിലെ 11 മണിവരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവർ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പ്രസിദ്ധീകരിക്കും. ഫാർമസി കോളേജുകളിലേക്കുള്ള അപേക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു എത്രത്തോളം ഒരു പ്രതിസന്ധിയിലാണ് വിദ്യാർത്ഥികളെ നമ്മുടെ സർക്കാർ തള്ളിവിട്ടത്. ഇതിനിടയിലാണ് ഈ ഒരു പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എങ്ങനെയാണ്? രാഖി, കീം എഞ്ചിനീയറിംഗ് ഓപ്ഷൻ നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കും. രാവിലെ 11 മണിവരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള സമയം നൽകിയിട്ടുള്ളത്. പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവർ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ആദ്യഘട്ട അലോട്ട്മെന്റ് 18-ന് പുറത്തുവരും. ഫാർമസി കോളേജുകളിലേക്കുള്ള അപേക്ഷ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന് പറയുന്നത്. കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു തിരിച്ചടിയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മറ തീർത്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി വിധി വന്ന ആ ദിവസം തന്നെ രാത്രിയിൽ ഈ പട്ടിക പ്രഖ്യാപിക്കുന്നത്. പട്ടിക പ്രഖ്യാപിച്ചുവെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 1-ാം റാങ്കിലും 5-ാം റാങ്കിലും ഒക്കെ കിടന്നവർ ഒരുപാട് റാങ്കുകൾ പിന്നോട്ട് പോകുന്നു. ചില ആളുകൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നു. 46 അധികം പേര് മാത്രമാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കീം എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ സ്റ്റേറ്റ് സിലബസ് CBSE വിദ്യാർത്ഥികൾ തമ്മിലുള്ള അസമത്വം ഇല്ലാതാക്കാനാണ് പ്രോസ്പെക്ടസിൽ ഭേദഗതി കൊണ്ടുവന്നത് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അങ്ങനെ കൊണ്ടുവന്ന ഭേദഗതി അതിൻ്റെ ഇരുവിഭാഗക്കാരെയും ഗുരുതരമായിട്ട് തന്നെ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇത് പരാജയപ്പെട്ടൊരു തീരുമാനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. മാർക്ക് സമീകരണം സംബന്ധിച്ച് റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രോസ്പെക്ടസിലെ ഭേദഗതി എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അതോടൊപ്പം തന്നെ ഈ പ്രോസ്പെക്ടസ് കൊണ്ടുവന്നതിന് ശേഷം വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കേരള സിലബസിലെ വിദ്യാർത്ഥികളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ വന്നതും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നിട്ടും, അല്ലെങ്കിൽ അത് പിൻവലിച്ചതിന് ശേഷം ഈ വന്നിട്ടുള്ള മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് തന്നെയാണ്. എന്തായാലും കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് 11 മണിവരെ അപേക്ഷ നൽകാനുള്ള തീയതിയുണ്ട്. ഓഗസ്റ്റ് 14-ന് മുന്നേ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കാരിൻ്റെ തീരുമാനം. അതൊരു തിരിച്ചടിയുടെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഖി. ശരി ടിൻഡു. കീം എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. രാവിലെ 11 മണിവരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവർ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. അതോടൊപ്പം തന്നെ ഫാർമസി കോളേജുകളിലേക്കുള്ള അപേക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം.